2024 പൊതു തെരഞ്ഞെടുപ്പ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ഡെമോക്രസി, സെക്യുലറിസം എന്നൊക്കെ പറയുമെങ്കിലും യഥാർത്ഥത്തിൽ ജനങ്ങളെ ന്യൂനപക്ഷവും ഭൂരിപക്ഷവുമായി വേറിട്ട് നിർത്തുവാനാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ ശ്രമിച്ചു പോന്നത്. മതനിരപേക്ഷ രാജ്യത്ത് മതത്തിന്റെ പേരിൽ ഭൂരിപക്ഷവും ന്യൂനപക്ഷവുമായി രാഷ്ട്രീയക്കാർ ഭാരതത്തിലെ ജനങ്ങളെ മാറ്റിയപ്പോൾ അതിന്റെ പിന്നാമ്പുറങ്ങളിൽ ന്യൂനപക്ഷ സംരക്ഷണം എന്ന മറ്റൊരു ലക്ഷ്യം ഉണ്ടായി. പദ്ധതികളും സബ്സിഡികളും ആനുകൂല്യങ്ങളും ന്യൂനപക്ഷ വിഭാഗത്തിന് പ്രത്യേകമായി നൽകിയപ്പോൾ അവശരായ ഭൂരിപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ ഭൂരിപക്ഷമാണെന്ന ഒറ്റക്കുറ്റത്തിന്റെ പേരിൽ അവഗണിക്കപ്പെട്ടു. ഓർക്കണം, മതത്തിന്റെ പേരിൽ മുറിച്ചു മാറ്റിയ ശേഷം ബാക്കി വന്ന രാജ്യത്തിലെ ദുരവസ്ഥയാണ് ഇത്. രാഷ്ട്രീയക്കാർ ന്യൂനപക്ഷങ്ങളെ വോട്ട് ബാങ്കാക്കി മാറ്റുകയും ഭൂരിപക്ഷ വിഭാഗത്തിനെ ജാതിയുടെ പേരിൽ വിഭജിച്ച് നിർത്തുകയും ചെയ്തപ്പോഴും ഇന്ത്യ മതേതരമെന്ന് എല്ലാ പ്രഭാഷണങ്ങളിലും ഈ രാഷ്ട്രീയക്കാർ ആവർത്തിച്ച് പറയാൻ ശ്രമിച്ചിരുന്നു. ന്യൂനപക്ഷ വിഭാഗത്തിലെ ഒരു പ്രത്യേക മതമാണ് ഇന്ത്യയിലെ വിഭവങ്ങളുടെ ആദ്യ അവകാശികൾ എന്നുവരെ ഒരു മുൻ പ്രധാനമന്ത്രി പ്രതിപാദിക്കുകയുണ്ടായി. ഇന്ത്യ യഥാർത്ഥത്തിൽ വലിയ വെല്ലുവിളികളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. 4 പട്ടാള ഓഫീസർമാരെ വെടിവെച്ചു കൊന്ന യാസിൻ മാലിക് മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ അതിഥിയായതും ഈ രാജ്യം വേദനയോടെ നിശബ്ദമായി കണ്ടു. 2014 അധികാരത്തിൽ വന്ന നരേന്ദ്രമോദിക്കെതിരെ ഫാസിസം, വർഗീയത എന്നീ ആരോപണങ്ങൾ നിരത്തി വിമർശനം അഴിച്ചുവിട്ട പ്രതിപക്ഷത്തിനു മുന്നിൽ 250ഓളം വിവിധ ജനക്ഷേമ പദ്ധതികൾ മോദി നിരത്തിവെച്ചു. അതിലൊന്നുപോലും ജാതിയുടെയോ മതത്തിന്റെയോ അടിസ്ഥാനത്തിൽ ആയിരുന്നില്ല. ആയുഷ്മാൻ ഭാരത്, ആവാസ് യോജന, ഉജ്ജ്വല യോജന, ജൽ ജീവൻ മിഷൻ, മുദ്ര യോജന, ജൻധൻ യോജന എന്നിവ ഉദാഹരണങ്ങളാണ്. രാഷ്ട്രീയ കക്ഷികളുടെ ആദർശശുദ്ധി വിലയിരുത്തപ്പെടുന്നത് അവർ അധികാരത്തിലെത്തിയാൽ നടപ്പാക്കുന്ന ജനക്ഷേമ പദ്ധതികളുടെ നിലവാരം അനുസരിച്ചാണ്. അതിൽ ആർക്കെങ്കിലും പ്രത്യേക പരിഗണനകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിലൂടെ ആ രാഷ്ട്രീയ പാർട്ടിയുടെ തനിനിറം മനസ്സിലാക്കുവാൻ സാധിക്കും. ഇക്കാര്യം ജനങ്ങൾ മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥ മതനിരപേക്ഷതയിലേക്ക് രാജ്യമെത്തുന്നത്. അത് മനസ്സിലാക്കാനും പ്രായോഗികമാക്കുവാനുമുള്ള അവസരമാണ് തിരഞ്ഞെടുപ്പ്. ആരാണ് യഥാർത്ഥ നിരപേക്ഷകൻ എന്നും എന്തുകൊണ്ടാണ് അവരെ അങ്ങനെ സംബോധന ചെയ്യുന്നതെന്നും മനസ്സിലാക്കിയില്ലെങ്കിൽ രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണം ബുദ്ധിമുട്ടിലാകും. ഭാരതം ന്യൂനപക്ഷമായും ഭൂരിപക്ഷമായും വിഘടിച്ചു നിൽക്കണമോ അതോ ഒറ്റ ജനതയായി മുന്നോട്ടു പോകണമോ എന്ന് നിർണയിക്കുവാനുള്ള അവസരമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് 2024 പൊതു തെരഞ്ഞെടുപ്പ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമാണെന്ന് ആദ്യമേ ഞങ്ങൾ സൂചിപ്പിച്ചത്.